എന്തോന്ന് കൊണ്ടുപോകുന്നു? അതൊന്ന് കാണിച്ചു കൊടുത്ത് കേട്ടോ. നെത്തോലി മീൻ കച്ച വിലയ്ക്കുള്ളതാണോ? നെത്തോലി വിലയ്ക്കുള്ളതാണ്. ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോയാണ് കേട്ടോ. ഓക്കെ കേട്ടോ. അമ്മോൻ്റെ പേര് പറ. ഡെനീഷ്. ചേട്ടൻ്റെ പേര് ജോൺ. ഓക്കെ കേട്ടോ. നമ്മുടെ ഈ വള്ളത്തിൻ്റെ ഉടമസ്ഥനെ ഇവിടെ പറഞ്ഞു വെച്ചതാണ് ചേട്ടാ. അവിടെ നമ്മുടെ സഞ്ജു സാംസന്റെ പേരെഴുതി ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള വള്ളം ഇവിടെ ഉണ്ടൊന്ന് ഫോട്ടോ എടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഇതാ കാണുന്നുണ്ടോ? ആ, സഞ്ജു സാംസൺ ഫാൻസാണ് കേട്ടോ ഇവര്. അപ്പോൾ ആ പുള്ളിയാണ് അവിടെ നെത്തോലി മീനെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോയത്. സഞ്ജു സാംസന്റെ തീ പാറുന്ന ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ നീയാ അതിൻ്റെ ഉടമസ്ഥ അയാളല്ല. അതാണ്ട് ഈ കാണാൻ നമ്മുടെ വിഴിഞ്ഞം സ്വദേശിയാണ്. ഇവിടെ കല്യാണം കഴിച്ചിരിക്കുകയാണ് പുള്ളി. പേര് പറഞ്ഞു കൊടുത്തേ. ആൻറ്റോയുടെ വള്ളമാണ് കേട്ടോ. അത് നിന്റെ വള്ളം തന്നെയല്ലേ? ഓക്കെ. നെത്തോലി മീൻ ഇവിടെയും കുടഞ്ഞു മാറ്റുന്നൊരു കാഴ്ച കണ്ടോ. നേരത്തെ ഏകദേശം 1-2 മാസത്തിൽ കൂടുതലായി നെത്തോലി മീനൊക്കെ വരാണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇതുപോലെ നെത്തോലി വിലയ്ക്ക് കച്ച വിലയ്ക്കൊക്കെ നെത്തോലി വരാൻ തുടങ്ങിയിട്ട് കേട്ടോ. സാധാരണ പുറം മൂടിയിട്ടാണ് നെത്തോലിനെ ഇതൊന്ന് കുടഞ്ഞു മാറ്റുന്നത്. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൈവച്ച് തന്നെയാണ്. ഇവരുടെ ശരീരമൊക്കെ കണ്ടോ, അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇത്രയും കഷ്ടപ്പാടാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പെടുന്നത്. നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടോളണേ. ഇത് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കൂട്ടുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ. ഇതാ കണ്ട അവരുടെ ശരീരങ്ങളൊക്കെ എല്ലാം ചെതമ്പലും എല്ലാമായിട്ട്. ഇതാണ് നെത്തോലി. സാധാരണ അപേക്ഷിച്ച് കുറവാണ് കേട്ടോ. സാധാരണ ഓരോ ഹോളിലും ഓരോ നെത്തോലി മീൻ കയറേണ്ടതാണ്. ഇനിയും പറയാൻ പറ്റത്തില്ല. തൊട്ടടുത്ത് തന്നെ നമ്മൾ കമ്പാവല വലിക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവരും ഇത് തന്നെയാണ്, കച്ചാവല തന്നെയാണ്. അതൊന്ന് നെത്തോലി മീൻ കുടഞ്ഞു മാറ്റുന്നുണ്ട്. ഇവിടെ നമ്മുടെ കരമടി ഏകദേശമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ദൂരോട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് എങ്ങോട്ട് തിരികെ പോകുന്ന MSCയുടെ ഒരു കണ്ടെയ്നർ ഷിപ്പ് കാണാൻ പറ്റും കേട്ടോ നമുക്ക്. ഇതിലേതായാലും നെത്തോലി മീൻ കാണാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ആൻറ്റോ നീ സഞ്ജു സാംസന്റെ ഫാനാ? അതെന്ത് ഇങ്ങനെ ഈ വള്ളത്തിൽ ഇങ്ങനെ പേര് ഇങ്ങനെ സഞ്ജുവിന്റെ ഫോട്ടോ വയ്ക്കാൻ കാര്യം എന്ത്? നമ്മുടെ വിഴിഞ്ഞത്തുകാരായതുകൊണ്ടാണല്ലേ? അയൽവാസിയാണല്ലേ? ഓക്കെ. സഞ്ജു ഫാൻസ് ആണ്. അത് മാത്രമല്ല തൊട്ട അയൽവാസിയും കൂടെ എന്നാണ് പറയുന്നത്. ആ, ജോലിയുടെ ഇടയിലും തമാശയും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ നമ്മുടെ ആൾക്കാർ. ആ, ഒരു മറുപടിയും കൊടുക്കത്തില്ല. മീനും കൊടുക്കില്ല. ആ, ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീന് കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത് ചേട്ടൻ. ഞാൻ ശ്രീധന പൈസ കൊടുത്തിട്ട് 7 ലക്ഷം ശ്രീധന കൊടുത്തിട്ട് എടുത്താണ് ഇവരെ. എന്നിട്ട് അവ എന്റെ അടുത്ത് കാണിക്കുന്നത്